കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നടപടികൾക്കെതിരായ രാജ്യവ്യാപക ജയിൽ നിറയ്ക്കൽ സമരത്തിൽ അണിനിരന്ന് തൊഴിലാളികളും കർഷകരും. ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത കിസാൻ മോർച്ചയുടെയും നേതൃത്വത്തിലാണ് ജയിൽ നിറയ്ക്കൽ സമരം. കോഴിക്കോട് നടന്ന സമരം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീമും തിരുവനന്തപുരത്ത് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ നിന്ന് INTUC വിട്ടുനിന്നുവെന്ന് എളമരം കരീം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നടപടികൾക്കെതിരെയാണ് സംയുക്ത കിസാൻ മോർച്ചയുടെയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ ജയിൽ നിറയ്ക്കൽ സമരം നടന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികളും കർഷകരും അണിനിരന്നു. സാമ്രാജ്യത്വം തുലയട്ടെ, കുത്തക നിയമങ്ങൾ തുലയട്ടെ, കുത്തക നിയമങ്ങൾ തുലയട്ടെ, വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. CITU ജനറൽ സെക്രട്ടറി എളമരം കരീം കോഴിക്കോട് സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ EP ജയരാജനും തിരുവനന്തപുരത്ത് TP രാമകൃഷ്ണനും പങ്കെടുത്തു. തൊഴിലാളികളുടെ സമരത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാരിന് അടിയറവ് പറയേണ്ടിവരുമെന്ന് എളമരം കരീം പറഞ്ഞു. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ STU, INTUC തുടങ്ങിയ ട്രേഡ് യൂണിയനുകൾ പങ്കെടുക്കാത്തതിനെയും എളമരം കരീം വിമർശിച്ചു. INTUC ഉൾപ്പെടെ എല്ലാവരും ചേർന്നതാണ് CTU, സെൻട്രൽ ട്രേഡ് യൂണിയൻസിൻ്റെ ഈ ഏകോപന വേദി. ഞങ്ങൾ ഒരുമിച്ച് ഏകകണ്ഠമായിട്ടാണ് ഈ സമരങ്ങൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മെയ് 12 പണിമുടക്കുണ്ടായിരുന്നു. ആ പണിമുടക്ക് സമരം വന്നപ്പോൾ കേരളത്തിൽ പണിമുടക്കിൽ നിന്ന് INTUCയെ മാറ്റി നിർത്താൻ സമ്മർദ്ദം ചെലുത്തിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ്. INTUC ദേശീയ തലത്തിൽ ഈ സമരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കേരളത്തിൽ INTUC മാറി നിൽക്കുന്നത് വളരെ ഖേദകരമാണ്. തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡുകൾ റദ്ദാക്കുക, കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള താങ്ങുവില നിയമപരമായി ഉറപ്പാക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.